ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ ലഞ്ച് തയ്യാറായി നോക്കാം. ചോറ്, ചെമ്മീനും കായ്, നെല്ലിക്ക രസം, അമരക്കായ ഉപ്പേരി, ചെമ്മീൻ ഫ്രൈ, തൈര്, ഉള്ളി അരിഞ്ഞത്. ഇത് രാവിലത്തെ കടലക്കൂട്ടാൻ, കുട്ടീൻ്റെ കടലക്കൂട്ടാട്ടോ. നല്ല രസമാണ്. പപ്പടം. ഇതൊക്കെയാണ് എല്ലാ ഐറ്റംസും ഉണ്ടായത് കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? കാണണം എന്ന് ആഗ്രഹം വേഗം വരും എൻ്റെ കിച്ചണിലേക്ക്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അമരക്കായ ഉപ്പേരി ഞാൻ ഉണ്ടാക്കണം. നോക്കും, അമരക്കായ കേട്ടോ നല്ല പോഷകപ്രദമായിട്ടുള്ള ഒന്നാണ് അമരക്കായ. വളരെയധികം വൈറ്റമിൻസിൻ്റെ നല്ലോണം ഇമ്മ്യൂണിറ്റി തരുന്നതാണ്. വിറ്റാമിൻ സി അതിലുണ്ട്. വേഗം അരിഞ്ഞ കേട്ടോ. അരിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് കായ തൊലി കളയണം. കായ തൊലി കളയണത് എന്തിനാ വെച്ചെങ്കിൽ ചെമ്മീനിലിടാനാട്ടോ. ചെമ്മീനും കായ ഇണങ്ങി വെക്കണത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കൂട്ടാനാണ്. എൻ്റെ ഈ പണ്ടത്തെ കറിയാണത്. ചെമ്മീൻ കായ, ചെമ്മീൻ ഉരുളക്കിഴങ്ങ്, ചെമ്മീൻ കുടംപുളി, അങ്ങനെ പലതും ഇട്ടിട്ട് വെക്കും. അങ്ങനെയുള്ള ടൈപ്പ് അതാണ്. അപ്പം അത് കാരണം കൊണ്ട് കായത് ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞു, അത് വെച്ചു. അത് ഇതേ ചട്ടിയിലിട്ടു. ചട്ടിയിലിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നോക്കൂ, അതിൽ വെള്ളം ഒഴിച്ചു. നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടു. എന്നിട്ട് അത് അടച്ചു വെക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളൂ. എന്നിട്ട് അടച്ചു വെക്കും. അത് വേവട്ടെ. അതിന് വേവ് കുറച്ചേ ഉള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ വേവും കേട്ടോ, പെട്ടെന്ന് വേവും. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ചെമ്മീൻ എടുത്തു. ചെമ്മീൻ ഈ കൂട്ടാലിലിടാനുള്ള ചെമ്മീനാണ്. കുറച്ച് ചെമ്മീനേ ഉള്ളൂ കേട്ടോ. ആ ചെമ്മീൻ കൂട്ടാലിലേക്ക് നാളികേരം ആവശ്യമാണ്. അപ്പം ഞാൻ നാളികേരം അന്ന് വറുത്ത് വെച്ചിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വീഡിയോയിൽ കാണാൻ നാളികേരം വറക്കണം. ആ നാളികേരം വറുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെടുത്ത് ഇത് അരയ്ക്കണം. മിക്സിയിലിട്ടു. അതിനെ അങ്ങോട്ട് അരയ്ക്കുക. അരച്ച് വെണ്ണ പോലെ അരയ്ക്കണം കേട്ടോ. അരച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കൂട്ടാലിൽ ഒഴിക്കാൻ വെക്കാം. ലാസ്റ്റ് നമുക്ക് ഒഴിക്കാം. ഇത് ചെമ്മീനും കായ വെന്തു. ചെമ്മീനൊന്നും ഇട്ടിട്ടില്ല. ചെമ്മീൻ പിന്നെ ഇടാം കേട്ടോ. കായ ഒന്നും കൂടി വേണ്ടേ അതിന് വേണ്ടിയിട്ട്. അത് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. ചീഞ്ചട്ടിയിൽ ഉള്ളി മൂപ്പിക്കാൻ പോവുക. ഉള്ളി മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടാട്ടോ. നോക്കൂ, ഹൈ സ്പീഡിലാണ് അത്. 2 കരിവേപ്പില ഇട്ടു. വെളിച്ചെണ്ണ ചൂടായി. ഉള്ളി ഇട്ടു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്തെന്ന് വെച്ചെങ്കിൽ ഇഞ്ചി പച്ചമുളക് കയ്യിലിടണം കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റണം. ചെമ്മീൻ അപ്പോൾ കായ നല്ലോണം വെന്തു. ചെമ്മീൻ അതിലിടണം. ചെമ്മീൻ 2 മിനിറ്റ് വേവുള്ളൂ കേട്ടോ. കുറച്ച് ചെമ്മീൻ ഇട്ടു. കുറച്ച് ചെമ്മീൻ ഞാൻ വറക്കാനായിട്ട് വെച്ചു. ചെമ്മീൻ വറക്കണത് ഒരു സ്പെഷ്യൽ വറക്കലാണ് ഇന്ന് ചെയ്യാൻ പോണോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഇതാ ചെമ്മീൻ കായയുടെ കൂടെ ചെമ്മീൻ ഇട്ടു. നല്ലോണം ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അടച്ചു വെക്കുക. അതൊന്ന് വേവട്ടെ. 2 മിനിറ്റ് വേവുള്ളൂ. ഇതാ അവിടെ ചീഞ്ചട്ടിയിൽ ഉള്ളിയും മുളകും മൂത്തു. ഇനി നെക്സ്റ്റ് അത് ഒഴിക്കണം. എന്താ ചെയ്യേണ്ടത്? മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. എന്നിട്ട് 2 കൂടി വറക്കുക. മല്ലിപ്പൊടി ഇതിൽ കൂടുതൽ ഇട്ടോളൂ കേട്ടോ. മുളക് പൊടി ഇടണം. അതിൽ വറുത്തരച്ച കൂട്ടാനല്ലേ. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇളക്കി അസലായിട്ട് മുളക് പൊടി ചുമന്ന പോലെയായി. മുളക് പൊടി മഞ്ഞൾപ്പൊടി ചുമന്നു ബ്രൗൺ കളറായി. ഇനി നമുക്ക് അത് കൂട്ടാനിൽ ഒഴിക്കാം. കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ മൂപ്പിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മുളകും മല്ലിയും കൂടി ഇട്ടു. നെക്സ്റ്റ് നോക്കുക കണ്ട, ചെമ്മീൻ കായ തയ്യാറായി. നല്ല ടേസ്റ്റാണ്. നാളികേരം ഒഴിച്ചു, മുളകിട്ടു, എല്ലാം തിളച്ച് നല്ല സ്വാദ്, നല്ല മണം വരണം. ചെമ്മീൻ കറി തയ്യാറായി. ഇനി അത് ബൗളിലേക്ക് വാർത്തി കാണിച്ചു തരാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ കുറച്ച് 2-3 ഉള്ളി കഷ്ണങ്ങൾ ഇട്ടു. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയല്ലേ, അത് ഇടയ്ക്കൊന്ന് കടിക്കണത് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇട്ടത് കേട്ടോ. ഉള്ളി നിർബന്ധമൊന്നുമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. എല്ലാ കറികളിലും കുറച്ച് ഉള്ളി അരിഞ്ഞ് ലാസ്റ്റ് ഇട്ടാൽ അത് ഉള്ളി കടിക്കുന്നത് വളരെ ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടത്. നാളികേരം അരച്ചത് ഒഴിച്ചു. അത് കഴിഞ്ഞ് കൂട്ടാൻ ശരി കഴിഞ്ഞു. നാളികേരം ഒഴിച്ചത് തിളയ്ക്കുക. നല്ലോണം തിളയ്ക്കണം. എന്താ കായയും ചെമ്മീനിൽ നാളികേരം തിളച്ചു നല്ല പോലെ. നല്ല മണം വരുന്നത് തിളയ്ക്കുമ്പോൾ. എന്താ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും മണം വരുന്നതോ. ഓഹോ, വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. നല്ല മണം. നല്ല എന്താ ചെയ്യണേ? ഒരു തുള്ളി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു പോകുന്നില്ലേ. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നിർബന്ധമില്ലേ, വേണമെങ്കിൽ ഒഴിക്കുക. എന്നിട്ട് ഇളക്കുക. അല്ലാണ്ട് അതിൽ മറ്റത് വേണ്ട. അത് ചീഞ്ചിട്ട് അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. പപ്പടം കാച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ നമുക്ക് അമരക്കായ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പപ്പടം കാച്ചിന് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അധികം എണ്ണ വേസ്റ്റാക്കി കളയരുതേ. പപ്പടം കാച്ചിയ എണ്ണയൊന്നും അധികം ദിവസം പ്രിസർവ് ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പപ്പം കളയണം എന്നാണ്, അപ്പപ്പം കഴിക്കണം എന്നാണ് കേട്ടിട്ടുള്ളത്.
അതുകൊണ്ട് അന്നന്ന് കഴിക്കും. എണ്ണ കൂടുതലുണ്ട്, എണ്ണ കുറച്ച് എണ്ണ എടുത്തു. എന്നിട്ട് അതിൽ ഉള്ളി മൂപ്പിച്ചു, ഉള്ളി ഇട്ടു. ഇനി അത് മൂത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത്തിരി പച്ചമുളക്, ഇഞ്ചി ഇടുക. എന്നിട്ട് അമരക്കായ ഇടുക. ഉള്ളി ചുവന്ന നിറായി. ഇനി അതിൽ ഒരു ലേശം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി മുളകും ഉള്ളി മൂത്തു, നല്ല പോലെ മൂത്തു. ഇനി അമരക്കായ ഇടുക കേട്ടോ. അമരക്കായ ഇട്ടു. ഇനി ഉപ്പ് ഇടുക. എന്നിട്ട് ഇളക്കുക. വെള്ളം ഒഴിക്കരുത് കേട്ടോ. അമരക്കായ വെള്ളം മാറ്റി വെക്കണം. അതിൽ വെള്ളം ഒഴിക്കരുത്. അമരക്കായയിൽ വെള്ളം ഒഴിച്ച് കളയണ്ട. അപ്പോൾ ടേസ്റ്റ് പോവും ഉപ്പേരിയുടെ. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല പോലെ ഇളക്കി അടച്ചു വയ്ക്കുക, സിമ്മിലിടുക. ഇനി ഇവിടെ ഇതാ നമുക്ക് നെല്ലിക്ക ചെമ്മീൻ ശരിയാക്കണം. അപ്പോൾ 1 ടീസ്പൂൺ കടലപ്പൊടി എടുത്തു, 2 ടീസ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തു. എന്നിട്ട് ഇത് വെച്ചു. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഇത്തിരി മുളക് പൊടി ഇട്ടു, ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇതുപോലെ മുളക് പൊടി ഇട്ട്, ഉപ്പിട്ട്, പിന്നെ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇടാം. അതൊക്കെ ഇട്ട് ഇളക്കുക. നല്ല പോലെ ഇളക്കി അതിനൊരു പേസ്റ്റ് പോലെ വെക്കുക. പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ. നല്ല കട്ടിയിൽ കുഴച്ചാൽ മതി. കട്ടി കുറഞ്ഞ് കുഴക്കല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? ചെമ്മീൻ ഉണ്ടല്ലോ, അവർ കൊണ്ടുവന്ന ചെമ്മീൻ, അത് 5-8 അത് അങ്ങനെ തന്നെ അതിലിടുക. ഇതിൽ ആ ചെമ്മീൻ അതിൽ ആ ബൗളിലിട്ടു. എന്നിട്ട് ആ ചെമ്മീൻ ആ ബൗളിൽ മുക്കി നമുക്ക് പൊരിക്കാം. അങ്ങനെ ചെമ്മീൻ ഫ്രൈ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പുള്ള ചെമ്മീൻ ഫ്രൈ. നോക്കിക്കോളൂ. ഇവിടെ ഉപ്പേരി കലാവാറായി. അമരക്കായ അത് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റി, അതിന് വെള്ളമില്ല. ഉപ്പേരി കലായി. ഇതാ ചോറ് കലായി. ചോറ് ഇത് അരി വാർക്കണം. അരി വറക്കാൻ പോവണം. അരി വറക്കാൻ വേറെ പാത്രങ്ങളൊന്നും വേണ്ട. ആ കുക്കർ തന്നെ അതിൻ്റെ വാഷ് മാറ്റിയിട്ടാൽ മതി. ഇതാ ഇനി രസത്തിൻ്റെ പണിയുണ്ട് കേട്ടോ. നെല്ലിക്ക 3 നെല്ലിക്ക അരിഞ്ഞിട്ടു. ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടു. അതിൽ ഇഞ്ചി അരിഞ്ഞത് ഇടണം, പച്ചമുളക് ഇടണം, ഉള്ളി ഇടണം. എന്നിട്ട് ഇനി ഒരു ലേശം പുളി ഇടണം, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ജീരകപ്പൊടി, ഇത്തിരി മുളക് പൊടി എല്ലാം ഇടാൻ. അതായത് മറ്റേ കായപ്പൊടി ഇടണം. അത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അസലായിട്ട് അരയ്ക്കണം. പുളി ഒരു ലേശം ചേർത്തോളൂ കേട്ടോ. ഒരു ലേശം പുളി ചേർക്കാൻ മറക്കല്ലേ. ഞാനത് മറന്നുപോയി. പുളി ചേർക്കുക. അത് അസലായിട്ട് അരയ്ക്കുക. അരച്ചിട്ട് അതിൽ വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുക നല്ലോണം. പുളി ചേർത്തിട്ട് വെള്ളം ചേർക്കണം. എന്നിട്ട് അരച്ചിട്ട് മിക്സി കഴുകി. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ കടുക് വെച്ചിട്ടുണ്ട്. കടുക് വറുത്തിടണം. അതിന് മുമ്പ് നമുക്ക് ചെമ്മീൻ വറക്കാം. ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചു. പപ്പടം കാച്ചി വെളിച്ചെണ്ണ കുറച്ച് ബാക്കിയുണ്ട്, അത് അതിൽ ഒഴിച്ചു. എണ്ണ കളയരുത് കേട്ടോ. ഒരു സാധനം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഫ്രൈങ് പാൻ വെച്ചു. ആ വറുത്ത വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് അത് ചൂടായി കഴിഞ്ഞാൽ ചെമ്മീൻസ് ഓരോന്ന് വാരി ഇടാം. വാരി ഓരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞ് ഓരോ ഇത് വെച്ചു. അത് കഴിഞ്ഞാൽ ഇവിടെ കടുക് വറുത്തതാണ്. ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടിയിൽ കടുക് ഇട്ടു, മുളകിട്ടു, കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് നെല്ലിക്ക വെള്ളം ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ മിക്സി. ആ മിക്സി കഴുകിയ നെല്ലിക്ക വെള്ളം ഈ കടുക് വറുത്തിട്ടേ വെച്ചു. നല്ലോണം തിളക്കട്ടെ കേട്ടോ. എന്താ നെല്ലിക്ക രസത്തിൻ്റെ ടേസ്റ്റ് എന്നറിയോ? നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ നെല്ലിക്ക രസം. വളരെ നല്ലത്, എസ്പെഷ്യലി വർഷക്കാലത്ത്. ഇതാ ചെമ്മീൻ ഫ്രൈ തയ്യാറായി. ഞാനത് എടുത്തു. ഭയങ്കര സ്വാദ്. ഞാൻ ഒരെണ്ണം തിന്നു നോക്കി. നല്ല ചിക്കൻ്റെ ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടു. അത്ര നല്ലതാന്ന് പറഞ്ഞു കേട്ടു. ഹലോ, ഇത് നോക്കൂ. അരമണിക്കൂറല്ല, ഒരു 30-40 മിനിറ്റ് എടുത്തു. എൻ്റെ ലഞ്ച് തയ്യാറായി. എന്തൊക്കെ ഉണ്ടാക്കിയത് കണ്ടത്? അപ്പോൾ ചെമ്മീനും കായ് കറി, നെല്ലിക്ക രസം, അമരക്കായ ഉപ്പേരി, ചെമ്മീൻ ഫ്രൈ, അതായത് ചെമ്മീൻ ഒരു പ്രത്യേക സ്പെഷ്യൽ കൂട്ടാക്കി ഉണ്ടാക്കിയത് ഞാൻ പറയാം. തൈര്, ഉള്ളി അരിഞ്ഞത്, ചോറ്, ഇത് ഇന്ന് രാവിലത്തെ കടലക്കറി. പുട്ടായിരുന്നു കടലക്കറി. ഇതാ പപ്പടം കാച്ചി. പപ്പടം കാച്ചി എല്ലാം തയ്യാറായി. നോക്കൂ, ലഞ്ച് എത്ര എളുപ്പം കഴിഞ്ഞ് നോക്കൂ. സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് 1 മണിക്കൂറിനുള്ളിൽ 3 അടുപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് എളുപ്പം തയ്യാറാക്കാൻ പറ്റും.
നിങ്ങൾ എല്ലാവരും നോക്കണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എഴുതണം. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും എത്ര എളുപ്പത്തിൽ. ശരി, ആരൊക്കെയാ പറ്റുക വെച്ചാൽ കമൻസ് എഴുതും കേട്ടോ. എന്തൊക്കെയാ സജഷൻസ് പറഞ്ഞു തരണം കേട്ടോ. ശരി.